നമസ്കാരം. വളരെ പ്രതീക്ഷയോടെയാണ് രോഗികൾ IVF ചെയ്യുന്നത്. എങ്ങനെയും ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നൊരാഗ്രഹത്തോടെ IVF ചെയ്തിട്ട്, അതായത് ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്തിട്ട് കുഞ്ഞിനെ കിട്ടാതെ വരുമ്പോൾ അവർ മാനസികമായി തളരും. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടർ എന്തുകൊണ്ട് എൻ്റെ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ വളരുന്നില്ല? ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്തു, എനിക്ക് നല്ല ഭ്രൂണം ലഭിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണ് അതിന് കാരണം? നമ്മൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിത്ത്, പാടം, സീഡ് സോയിൽ, ആ ഒരു ബന്ധം നമുക്കറിയാം. നല്ലൊരു വിത്ത് നല്ലൊരു പാടത്ത് വീണില്ല എങ്കിൽ നമുക്ക് ഫലം കിട്ടുകയില്ല. അപ്പം നമുക്ക് നല്ല ഒരു വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിത്ത് വേണം, നമ്മുടെ പാടം അനുകൂലമാകണം, കൃഷിയുടെ സാഹചര്യം അനുകൂലമാകണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ നല്ല പാടം എന്ന് പറയുന്നത് നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഗർഭപാത്രത്തിന്റെ ആവരണമാണ്. നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം ഈ ഭ്രൂണം ക്രമേണ പോയി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പ്രക്രിയ. അപ്പം രോഗികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഡോക്ടറെ ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുകയില്ലേ? അപ്പം ഇതിന് ഇതിൻ്റെതായ ചില സൂചനകളുണ്ട്. അപ്പം ഒന്ന് നമ്മൾ നോക്കുന്നത് ഗർഭപാത്രത്തിന്റെ ആവരണത്തിന്റെ കട്ടിയാണ്. ഇതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്കനിങ് എന്ന് പറയും. ഈ ആവരണത്തിന്റെ കട്ടി 7 മില്ലിമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മുടെ വിജയസാധ്യത കുറയും. നമ്മൾ വേറെ ഒരു പ്രധാനമായിട്ട് നമ്മളിവിടെ ഈ പടത്തിൽ കാണാം 3 ലൈൻ നമുക്ക് ആവരണത്തിൽ കാണാം. ഇതിനാണ് നമ്മൾ ട്രിപ്പിൾ ലൈൻ ഇൻ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഈ 3 ലൈൻ വ്യക്തമായിട്ട് കണ്ടാൽ നമ്മുടെ വിജയസാധ്യത കൂടും.